മല്ലു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കോയമ്പത്തൂരിലുള്ള ആദിയോഗി സ്റ്റാച്യു കാണാനാണ് കേട്ടോ. വെള്ളിയാങ്കരി മലനിരകളുടെ അടിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ആദിയോഗിയുടെ ശില്പം ഇപ്പോഴാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുറേ പ്രാവശ്യം വരണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ അതിനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന യാത്ര തന്നെ വളരെ രസമാണ് കാണാൻ. ഇത് ശരിക്കും പൂർണ്ണമായിട്ടൊരു വനത്തിലാണ് ഈ ഈശ ഫൗണ്ടേഷൻ നിൽക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് പോണ വഴിക്ക് തന്നെ തെങ്ങും കവുങ്ങും പാടങ്ങളും വാഴത്തോട്ടം അങ്ങനെ എല്ലാം ഉണ്ട്. കാണാൻ തന്നെ ഭയങ്കര ഒരു പച്ചപ്പാണ്, നമുക്ക് കണ്ണിനൊക്കെ ഭയങ്കര കുളിർമയാണ് കാണാൻ. എൻ്റെ മൂന്നാമത്തെ ചേച്ചി ഇവിടെ പോത്തന്നൂരാണ് വീട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരൊക്കെ ഇവിടെ 1-2 വട്ടം കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ എത്തി കാർ പാർക്കിംഗ് ചെയ്തു. ഒരു വലിയ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് വലിയ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ് എൻട്രി. കാർ പാർക്കിങ്ങിന് ഒരു 30 റുപ്പീസ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ആ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടേക്ക് ഫുൾകാർട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതിനൊരു 10 റുപ്പീസ് അപ്പ് ആൻഡ് ഡൗൺ അവർ എടുക്കുന്നുണ്ട്. നല്ല രസമാണ് അതിലൊന്ന് എങ്ങനെ ഇരുന്ന് പോകാൻ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ബസ് സർവീസ് ഉണ്ട് ഇവിടെ, ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. രാവിലെ ആയതുകൊണ്ട് തന്നെ ആശ്രമം, ലേസർ ഷോ അതൊന്നും നമ്മൾ കാണാൻ നിൽക്കണില്ല. നമുക്ക് ഈ ഒരു സ്റ്റാച്യു മാത്രം കണ്ടിട്ട് അങ്ങനെ പോവാം. അപ്പോഴേക്കും കറക്റ്റായിരിക്കും ടൈമിങ് രാത്രി എത്തുമ്പോൾ, ചെന്നൈയിലോട്ട് എത്തുമ്പോൾ. അപ്പോൾ നമുക്കത് ഇനി വേറെ ദിവസം കാണാനാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ആശ്രമത്തിലാണെങ്കിൽ ഈ ക്യാമറ, മൊബൈൽ അതൊന്നും അലൗഡ് അല്ല കേട്ടോ. നമുക്ക് സ്റ്റാച്യു കാണാൻ പോകാൻ ഇതെല്ലാം എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇതിൽ കയറിയിരുന്നു. നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു കാളവണ്ടിയിൽ അവർ യാത്ര ചെയ്യണത്. അപ്പം ഞാനും അതെ കേട്ടോ, ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കണ്ടില്ലേ, ഇവിടെ ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ബസ് ഉണ്ട്, ഏത് നേരവും ബസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ സാവധാനം സംസാരിച്ച് നടക്കണ ദൂരം തന്നെ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ ആൾക്കാർ കൂടുതലും ഇത് സർവീസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ഗാർഡനുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും സേവ് സോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം ഇതൊരു വനമായിരുന്നല്ലോ, അതുകൊണ്ട് സോയിലിനെ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു മെസ്സേജ് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഈശ ഫൗണ്ടേഷൻ ശരിക്കും സദ്ഗുരു ജഗ്ഗി വാസുദേവ് യോഗ, മെഡിറ്റേഷൻ അതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, ആളുകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് അതിൽ തന്നെ നമുക്ക് തിരിച്ചു പോവാം. ചുറ്റിലും വെള്ളിയാങ്കരി മലനിരകളാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം ശരിക്കും നമുക്ക് ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ടില്ലേ, 2 സൈഡിലും ഇതുപോലത്തെ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി വർഷങ്ങൾക്ക് ശേഷം എന്തായാലും വലുതായിട്ട് കാണാം. അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പം നമ്മൾ എത്താറായിട്ടുണ്ട്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സിൻ്റെയും അതുപോലെ ഇളനീരിൻ്റെയും. ഇതിപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ അതിനെല്ലാം നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് കുടിക്കാം. എല്ലാത്തിനുമുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ട ആ ഒരു അർദ്ധകായ പ്രതിമ ശരിക്കും നമ്മൾ നേരിട്ട് നമ്മൾ കണ്ണിൽ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ സ്റ്റക്കായിപ്പോയി. അപ്പോൾ നമ്മളങ്ങനെ കണ്ടു അവസാനം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലോട്ടാണ് എത്തുന്നത്. കണ്ടില്ലേ, ഇവിടെ കുറേ കുട്ടി പൂക്കളൊക്കെ ഉണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ഒത്തിരി നാൾ കാത്തിരുന്ന ആ ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്തെത്തിയെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ആ ഒരു കണ്ണിലിങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ്. ഇവിടെ വന്നവർക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ സദ്ഗുരു ജഗ്ഗി വാസുദേവ് തന്നെയാണ് കേട്ടോ ഈ ഒരു ശില്പം രൂപകൽപ്പന ചെയ്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ്റ്റ് സ്കൾപ്ചറാണിത്. അപ്പോൾ ഈ ഒരു ശില്പത്തെ പറ്റി പറയുകയാണെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെ 112 അടി ഉയരമാണുള്ളത്. പിന്നെ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 112 അടി ഉയരം എന്ന് സൂചിപ്പിക്കുന്നത് മോക്ഷം നേടാനുള്ള 112 മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു 112 മാർഗ്ഗങ്ങളെയാണ് ഈ ഒരു 112 അടിയായിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ശില്പത്തെ കാണുമ്പോഴുള്ള ഏറ്റവും വലിയ നമ്മുടെ ഒരു കണ്ണിൽ കാണുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ഒരു രുദ്രാക്ഷമാല തന്നെയാണ്. അത് ഫുള്ളും രുദ്രാക്ഷങ്ങൾ, എത്രയോ ആയിരക്കണക്കിന് രുദ്രാക്ഷങ്ങളിൽ മാലകൾ വെച്ചിട്ടാണ് ആ ഒരു വലിയൊരു മാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളതിനെ കണ്ടതിന് ശേഷം ഒന്ന് പ്രദക്ഷിണം വയ്ക്കുകയാണ്. തൃശ്ശൂലം കൊണ്ട് കണ്ടില്ലേ, ഇവിടെ ചുറ്റിലും തൃശ്ശൂലം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശില്പം ഉണ്ടാക്കിയിട്ടുള്ളത് മെറ്റലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ആദിയോഗി ശില്പത്തെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യത്തെ യോഗി ശിവനാണ് എന്നാണ് സങ്കല്പം. ശിവഭഗവാൻ സപ്തഋഷിമാർക്ക് യോഗ പ്രദാനം ചെയ്തു. എല്ലാവർക്കും ആത്മചൈതന്യത്തിനുള്ള ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. 17 നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഈ ഒരു ശില്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്.
അപ്പോൾ ഇവിടെ ഒരു ഡോറ് കണ്ടു. അപ്പോൾ ആ ഡോറിലൂടെയാണ് ഇവിടുത്തെ ടെക്നീഷ്യന്മാരൊക്കെ ഉള്ളിൽ കയറുണ്ടാവുക ഇതിൻ്റെ വർക്കിനും കാര്യത്തിനൊക്കെ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള അമ്പൽപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എന്ത് രസമല്ലേ കാണാൻ. ഇവിടെ താഴെ അമ്പലത്തിൽ യോഗേശ്വർ ലിംഗം കാണാം. അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേക തീർത്ഥം വാങ്ങി ഇതിൽ ധാര ചെയ്യാനുള്ള അവസരം വരുന്നവർക്കുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിച്ച് നമുക്കും അഭിഷേകം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഉച്ച സമയമൊക്കെ ആയി, 1 മണി 2 മണി ടൈമൊക്കെ ആയി. ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഇവിടെ ആളുകളുടെ ഒരു പ്രവാഹം തന്നെയാണ്. അപ്പോൾ ഇവിടെ യോഗേശ്വർ ലിംഗനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കണ്ടു. ഇനി നമ്മൾ തിരിക്കാനുള്ള പരിപാടിയിലാണ്. കണ്ടില്ലേ, ആദിയോഗി പ്രദക്ഷിണ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. നമ്മളങ്ങനെ തിരിഞ്ഞ് നടക്കുവാണ്. അപ്പോൾ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന പോലെ തന്നെ നമ്മൾ തിരിച്ച് ഇതിൽ തന്നെ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒട്ടും പ്ലാൻ ചെയ്യാത്ത വന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇനി ശരിക്കും ലൈറ്റ് ഷോയും എല്ലാം കാണാൻ വരണം. അപ്പോൾ ഇപ്പം വന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി നമ്മൾ അവിടെ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെയും നിറയെ ഷോപ്പുകളുണ്ട്. ഫുഡ് കോർട്ട് പോലെ ശരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ചായയൊക്കെ കുടിച്ചു, കുട്ടികൾക്ക് ജ്യൂസ് മേടിച്ചു, അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേ ടു ധ്യാനലിംഗ, വേ ടു ആദിയോഗി. അപ്പോൾ നമ്മൾ പോയത് ഇപ്പോൾ ആദിയോഗി കാണാനാണ്. ഇനി നമുക്ക് ധ്യാനത്തിൻ്റെ അവിടെ നമ്മൾ പോയില്ല, ആശ്രമത്തിലൂടെ നമ്മൾ പോയില്ല. അപ്പോൾ നമ്മളങ്ങനെ പോവാണ്, തിരിച്ച് വണ്ടിയെടുത്ത് നമ്മൾ തിരിച്ച് പോവാണ്. ശരിക്കും ഈ ഒരു ആദിയോഗിയും അതുപോലെ ആശ്രമവും എല്ലാം നമുക്കൊന്ന് കാണാൻ ശരിക്കും ഒരു ദിവസം മൊത്തം എടുക്കും. അപ്പോൾ വരാൻ പ്ലാനുള്ളവർ അങ്ങനെ എല്ലാം കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെ വരണം. നമ്മളിപ്പോൾ ഇത് പ്ലാൻ ചെയ്യാതെ വന്ന കാരണമാണ് നമ്മളിപ്പോൾ ഇത് മാത്രം കണ്ട് നമ്മൾ തിരിച്ചു പോണത്. അപ്പോൾ ഇനി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്തായാലും വരും ഒരു പ്രാവശ്യം കൂടെ. അപ്പോൾ വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകാരൊക്കെ നിറയെ ഉണ്ട്. നോർത്ത് ഇന്ത്യൻസും അതുപോലെ ഫോറിനേഴ്സിനെയൊക്കെ നിറയെ കണ്ടു. അപ്പോൾ ടൂർ വരുന്നവരും ഇത് കാണാൻ വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നേ ഉള്ളൂ, ഇതൊരു വനമായിരുന്നു. അതിനെയാണ് ഇവിടെ ഒരു ഫൗണ്ടേഷനായിട്ട് ഇവിടെ നിർമ്മിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലോട്ട് കാണാം. അതുവരെ ബൈ.